എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന CPO എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാതൃകാ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തു നിന്നും സെപ്പറേറ്റ് ആണ് നോക്കുന്നത്. IPCയിൽ വരുന്ന മാതൃകാ ചോദ്യങ്ങൾ, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, കേരള പോലീസ് ആക്ട്, അങ്ങനെയുള്ള ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് NDPS. ഓക്കെ, NDPSന്റെ ഭാഗത്ത് നിന്ന് വരുന്ന എന്താണ് മാതൃകാ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്താണ് NDPS? ദി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ആണ്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 നിലവിൽ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 നിലവിൽ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്ര തവണയാണ്? 3 തവണയാണ്. ഓപ്ഷൻ ബി, 3 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1985 നവംബർ 14-നാണ്. ഓക്കെ, 1985 നവംബർ 14-നാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. NDPS ആക്ട് 1985 കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്നത് ഏതിലാണ്? ഓപ്ഷൻ ഡി, ചാപ്റ്റർ 4-ലാണ് NDPS ആക്ടിൽ കുറ്റങ്ങളെയും അവയ്ക്കുള്ള ശിക്ഷയെയും പറ്റി പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 4 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, NDPS ആക്ട് 1985 വധശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? വധശിക്ഷയെ പറ്റി പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 31A ആണ്. ഓപ്ഷൻ ബി, സെക്ഷൻ 31A-യിലാണ് NDPS ആക്ട് 1985 വധശിക്ഷയെ പറ്റി പറയുന്ന സെക്ഷൻ 31A. ഓക്കെ, അടുത്ത ചോദ്യം, NDPS ബില്ല് 1985 ലോക്സഭ പാസാക്കിയത്. NDPS ബില്ല് 1985 ലോക്സഭ പാസാക്കിയത് എപ്പോഴാണ്? ഓപ്ഷൻ സി ആണ്, 23 ഓഗസ്റ്റ് 1985-ലാണ്. 23 ഓഗസ്റ്റ് 1985-ലാണ് NDPS ബില്ല് ലോക്സഭ പാസാക്കുന്നത്. ഓക്കെ, 1985 ഓഗസ്റ്റ് 23-നാണ്. അടുത്ത ചോദ്യം, NDPS ബില്ല് 1985 ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓപ്ഷൻ ബി, ഗ്യാനി സെയിൽ സിംഗ് ആണ് NDPS ബില്ല് 1985 ഒപ്പുവെച്ച പ്രസിഡന്റ്. ഓക്കെ, അത് ഓർത്തിരിക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985 ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, NDPS ആക്ട് 1985 സെക്ഷൻ 68F പ്രതിപാദിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കലിനെ പറ്റിയിട്ടാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 68F പറയുന്നത്. ഓക്കെ, NDPS ആക്ട് 1985 സെക്ഷൻ 68F പ്രതിപാദിക്കുന്നത് എന്താണ്? അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കലിനെ പറ്റിയിട്ടാണ്. അടുത്ത ചോദ്യം നോക്കുക, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായത് എപ്പോഴാണ്? ഓപ്ഷൻ സി, 1986-ലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമാകുന്നത്. 1986. അടുത്ത ചോദ്യം, കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? കൊക്കൈൻ, മോർഫിൻ, അതുപോലെ തന്നെ ഡൈഅസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 27 ആണ്. ഓക്കെ, 27. അടുത്ത ചോദ്യം,
2021 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2021 പറയുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓപ്ഷൻ എ ആണ് ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ് ലൈഫ്സ്. ഷെയർ ഫാക്ട്സ് ഓൺ ഡ്രഗ്സ് സേവ്സ് ലൈഫ്സ് എന്നുള്ളതാണ് 2021 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് നിന്നും എന്താണ് നമുക്ക് വരുന്നത് മാതൃകാ ചോദ്യങ്ങളായിട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലാസ് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാമിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ടെലഗ്രാമിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ എല്ലാത്തിൻ്റെയും PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്